നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്രാക്കാഴ്ചയിലാണ്. യാത്രാക്കാഴ്ചയിൽ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ നെല്ലൊക്കെ വിളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കൊയ്ത്ത് സമയമാണ്. അപ്പോൾ മിഷൻ വെച്ചുള്ള കൊയ്ത്താണ്. അതുപോലെ മിഷൻ വെച്ച് കൊയ്തതിന് ശേഷം കച്ചിരി പുറത്തേക്ക് പോകും, നെല്ല് സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ കൊയ്തെടുക്കുന്നത് കൃത്യമായി തന്നെ നെല്ലായിട്ട് ഇവിടെ ശേഖരിക്കാൻ ആളെ നിൽപ്പുണ്ട്, അവിടേക്ക് തട്ടിയിടും. അപ്പോൾ ആ മിഷൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാഴ്ചകളാണ്, ഗ്രാമീണ കാഴ്ചകൾ കണ്ടു പോകാം. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം തെങ്കാശിയിലാണ് കേട്ടോ. തെങ്കാശിയുടെ ഒരു ഉൾഗ്രാമത്തിലാണ് നിൽക്കുന്നത്. കാരണം കൃഷി ഇറക്കും, അതുപോലെ തന്നെ കൃഷിയുടെ വിളവെടുപ്പും ഒക്കെ നടക്കുന്ന ഒരു സംസ്ഥാനം. എപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും പല ഇനം കൃഷികളാണ്. ഇടവിള കൃഷിയായിട്ട് കൃഷികൾ നടത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മുടെ കൊല്ലക്കാരുടെ സ്വന്തം തെങ്കാശി മേഖലയിലാണ് ഞാൻ. അപ്പോൾ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൃഷിയും കാണാം, അവിടുത്തെ ഗ്രാമജീവിതങ്ങളും കാണാം, എല്ലാം കാണാം. ആധുനികതയുടെ ഒരു കൃഷിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. എല്ലാം യന്ത്രവൽകൃതമാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്ന സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സ്വന്തം തമിഴ്നാട്. സ്വന്തം എന്ന് പറയാൻ ഞാൻ എപ്പോഴും തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ മിക്കവാറും പോകാറുള്ളത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ നമ്മൾ ഈ പോകുമ്പോൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ കൊയ്ത്ത് നടക്കുന്നത് കാണാം. കാരണം ആ പാടത്തൊക്കെ മിഷൻ വെച്ച് കൊയ്യുകയും അതുപോലെ തന്നെ മെതിച്ച് നെല്ല് വേറെയും അതുപോലെ കറ്റ വേറെയും ഒക്കെ മാറ്റി കച്ചി മാറിപ്പോകുന്ന സീനുകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എന്ത് ആധുനികതയാണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ തമിഴ്നാട്ടുകാരെയൊക്കെ പണ്ട് കുറ്റം പറയായിരുന്നു, പക്ഷെ ഇന്ന് അവർ നമ്മളെയാണ് കുറ്റം പറയുന്നത്. ഒരു ജോലിയും ചെയ്യാതെ വഴിയിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരായിട്ടാണ് അവർ നമ്മളെ കാണുന്നത്. ഇവർ കഠിനാധ്വാനികളാണ്. അതിന്റെ മെച്ചം അവർക്കുണ്ട്. ജീവിത സാഹചര്യങ്ങൾ അവർക്ക് കൂടിയിട്ടുണ്ട്. എപ്പോഴും ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. അങ്ങനെ വെയിലോ കാറ്റോ മഴയോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. എന്തെങ്കിലുമൊക്കെ ജോലി, എന്തെങ്കിലുമൊക്കെ കൃഷിയും അവരുടെ ജീവിതത്തിന് ഉപാധിയാണ്. വളരെ പ്രായമായ ആൾക്കാർ പോലും കന്നുകാലിയെ മേയ്ക്കുന്നതും പല പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നതും തമിഴ്നാട് ചെല്ലുമ്പോൾ കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് തമിഴ്നാടിന്റെ വൈബായ കാഴ്ചകളും അഭിപ്രായങ്ങളും ഒക്കെ കണ്ടു പോകാം. എല്ലാവരും കൂടെ വന്നോളൂ. ராமகிருஷ்ணன் നെല്ല് കഴിഞ്ഞിട്ട് എന്തുവാണ് ഇടുന്നത്? ഉളുന്ത് കടലൈ കെട്ടുന്നത് ഇടും. വെള്ളം ഇല്ലാതെ കിളിക്കുന്ന സാധനം അത് ഉളുന്ത്. നമ്മൾ ഈ മിഷൻ ഉപയോഗിച്ച് എത്ര ഏക്കർ കട്ട് ചെയ്യും? ഒരു നാളേക്ക് 5 ഏക്കർ. 5 ഏക്കർ. എത്ര കിലോ നെല്ലായിരിക്കും 5 ഏക്കറിൽ കിട്ടുന്നത്? അത് നെല്ല് മാസത്തില് പുറത്തിருக்கு. കച്ചി വേറെ പോവും, നെല്ല് പോവും. ഈ 2 മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് ട്രാക്ടർ നെല്ല് പിടിക്ക. ഇത് നെല്ല് ചുരുട്ടി എടുക്കും അല്ലയോ? ആമാ, നെല്ല് ചുരുട്ടി എടുക്കും. മറ്റേനകത്ത് നെല്ല് കൊയ്ത് മെതിച്ച് കച്ചി വേറെ പോവും, നെല്ല് വേറെ സ്റ്റോക്ക് ആവും. ആമാ. ഇത് ഒരാടെയാണോ? സ്വന്തമാണോ? അദ്ദേഹത്തിനാണോ? സ്വന്തം ഓണർ. സ്വന്തം ഓണർ. പക്ഷെ ഒരു ദിവസം 5 ഏക്കറൊക്കെ കട്ട് ചെയ്യും. 5 ഏക്കർ കിട്ടും. മണിക്കൂറിനാണോ ചാർജ്? മണിക്കാണ് കിട്ടാം. എത്ര? ഒരു മണിക്കൂർ 1800. 1800. ആമാ. ഒരു മണിക്കൂർ കൊണ്ട് എത്ര സ്ഥലം കട്ട് ചെയ്യും? ഒരു 50 സെന്റ് കട്ട് ചെയ്യും. 1/2 ഏക്കർ. ജോലിക്കാരെ നിർത്തുവാൻ അത് കൂടുതലാവൂല്ലേ? ജോലിക്കാരെ സുറ്റി അറുത്തുപോടും. ഇറങ്ങുമില്ല. ലേഡീസ്. ഇതാകുമ്പം എല്ലാം നല്ല ക്ലീൻ ആയിട്ട് പോകും. മറ്റേ കച്ചി മിഷൻ തെറുത്ത് വരും. ചുരുട്ടി വരും. ആ ചുരുട്ടി ഇട്ടേക്ക് നടക്കല്ലേ? നാളെ ഇത് കൊഞ്ചം ഉണങ്ങണം. ഇത് ഉണങ്ങുമ്പോഴാണ് അല്ലയോ? എരുമയൊക്കെ ഇത് കച്ചി തിന്നത്തില്ലേ? തിന്നോ? അണ്ണന്റെ ആന്ന് എരുമ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലായിടത്തും ഈ കൊയ്ത്ത് മിഷൻ ഉപയോഗിച്ചാ ചെയ്യുന്നത്. വേറെ ആരും കൊയ്യുന്ന പരിപാടി ഇല്ല. ഒരുപാട് നാളുകൊണ്ട്. എങ്ങനെയാ അണ്ണന്റെ ആണോ എരുമ? തരണുണ്ട് 15 ശരി. ഇത് മറ്റേ മൊറ സൈസ് ആണോ? നാടൻ. വിലയുണ്ടോ ഇതിന്? ഉഴുന്നിന് കുഴപ്പമില്ല. വേണ്ട. ഉഴുന്ന് മറ്റേ ചോളം, കമ്പനി ചോളം, എള്ള് എല്ലാം ഇടും. പരുത്തിയെടുത്ത ഈ ഭാഗത്ത് അതിന്റെ സുന്ദരവാണ്ടിപുരം, അത് തെങ്കാശി കിഴക്ക. അപ്പടേ ഇവിടെ അല്ലാതുള്ള നെല്ലും കടലയും പയറുവർഗ്ഗങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. ഉഴുന്നൊക്കെ ചോളം അവിടെ നിന്ന് കൂടുതൽ കൃഷി. കമ്പനി ചോളം. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാഴ്ചകളാണ്, ഗ്രാമീണ കാഴ്ചകൾ കണ്ടു പോകാം. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും സംസാരിക്കാൻ, അവരെല്ലാം ജോലി തിരക്കണം. തമിഴ്നാട്ടിലെ വയലിന്റെ നടുക്കുള്ളൊരു കുളമാണ് കേട്ടോ. പിന്നിൽ കൃഷിയൊക്കെ കാണാം. അപ്പൊ ഈ പാറയുടെ മുകളിലാണ് വയലുകളെല്ലാം ഉള്ളത്. പണ്ട് തമിഴ്നാട്ടിൽ വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ
ഇങ്ങനെ പറയായിരുന്നല്ലോ. പക്ഷെ ഇന്ന് തമിഴ്നാട്ടിൽ എവിടെ കുടിച്ചാലും വെള്ളം, അത് നിങ്ങൾ കണ്ടോ, ഭയങ്കര ഒരു കൂറ്റൻ കിണറാണ് ഇത്. നടുക്ക് വയലേലകളുടെ ഏറ്റവും നടുക്കാണ്. അപ്പൊ ഇതിൽ നിന്നാണ് ജലം ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നെൽകൃഷി നടത്തുന്ന നമ്മുടെ നാടൻ എരുമകളെ ആണ്. ഈ ചേട്ടൻ്റെ ആണ് കേട്ടോ, ചേട്ടൻ്റെ എരുമകളാണ്. അങ്ങനെ ചേട്ടന് 10-25 എരുമകളുണ്ട്. കുഴിച്ചതിൻ്റെ അടിവശത്ത് നേരത്തെ പാറയാണ് ഇവിടെ കിടക്കുന്നത്. അതാണ് ഇത്രയും പാറകളുടെ മുകളിലാണ് ഈ വയലുകളെല്ലാം നിൽക്കുന്നത്, കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ പാറയാണ് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റി ഈ കുളമാക്കി മാറ്റിയിരിക്കുന്നത്. വിശാലമായ നെൽപ്പാടത്തിന്റെ നടുവിൽ അടിപൊളി ഒരു കുളം. ഇത് വറ്റൂല കേട്ടോ, പാറയിൽ നിന്ന് ഊറ്റാണ്. അപ്പോൾ പാറയായാലും ഈ തമിഴ്നാടിന്റെ ഭൂമിക്കടിയിൽ ജലം ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. അവരത് കണ്ട് കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഇപ്പോൾ കൃഷി പല രീതിയിലും അനുഭവയോഗ്യമാക്കിയിരിക്കുകയാണ്. ഈ പാറ കണ്ടോ, ഒരു കരിമ്പാറയാണ് ഇതെല്ലാം. ഈ പാറ ഇവിടുന്ന് കുടിച്ചെടുത്ത് എനിക്ക് അതിശയം തോന്നി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഒന്നും അതിശയിക്കേണ്ടതേ, അടുത്ത കുളം അവിടെ കുടിക്കുന്നുണ്ട്, അവിടെയും കുളം കുഴിക്കുന്ന പാറ പൊട്ടിച്ചെടുത്തോണ്ടിരിക്കുകയാണ്, പോയി കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കയറ്റി അയക്കാനായിട്ട് എന്ത് കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ അവർ കൃഷി ചെയ്യുന്നത്. ഇപ്പം വന്ന ചേട്ടൻ ഈ പാടത്തിന്റെ ഉടമസ്ഥനാണ്, അദ്ദേഹത്തിനാണ് കൊയ്യുന്നത്. അദ്ദേഹത്തിന്റെ കച്ചി കയറി മധ്യ എരുമ തിന്നുന്നു. പക്ഷെ ഇവിടെ പഴക്കൊന്നുമില്ല. ഇവിടെ അവര് ഭയങ്കര സൗഹൃദപരമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ലക്ഷ്യം പോകുന്നിടത്തോടെ കൊക്കുകൾ പറന്ന് പൊക്കൊണ്ടേയിരിക്കും. ഗ്രാമവിശുദ്ധിയുടെ നേർക്കാഴ്ചകളാണല്ലോ കൊയ്ത്തും മെതിയും എല്ലാം. അത് കഴിഞ്ഞ ബാക്കി എല്ലാം ഉള്ളൂ. തമിഴ്നാടിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ കൃഷിപ്പാടത്ത് ചെന്ന് എങ്ങോട്ട് തിരിഞ്ഞ് ക്യാമറ വെച്ചാലും ഒരു സിനിമാറ്റിക് വ്യൂ ആണ്. സിനിമകളിൽ കാണുന്ന അതേ സീനുകളൊക്കെ തന്നെയാണ് തമിഴ് പടങ്ങൾ കാണുമ്പോൾ അറിയാലോ. അതുപോലെ തന്നെ ഈ കൊയ്ത്ത് സമയത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ അനുഭവപ്പെടുക. കന്നുകാലികൾ മേയ്ക്കുന്ന ചേട്ടന്മാരും അതുപോലെ കറ്റകുള കൊണ്ടുപോകാനായിട്ട് വരുന്ന വാഹനങ്ങളും, ഇങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞതേ കുറെ യന്ത്രങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. അതൊരു കാഴ്ചയാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഈ കച്ചി ചുരുട്ടുന്ന മിഷനാണ്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് 2 ദിവസം ഉണങ്ങിയ കച്ചി നിമിഷ നേരം കൊണ്ടാണ് ചുരുട്ടുന്നത് കേട്ടോ. കണ്ട് നമ്മൾ ഇങ്ങനെ വാരി കൂട്ടുന്നതും കാണാം, 1 മിനിറ്റ് കൊണ്ട് ചുരുട്ടി റോള് പഞ്ച് ചെയ്തിടുന്നതും കാണാം. അവിടുത്തെ ഒരു കാർഷിക വൃത്തി എന്ന് പറയുന്ന യന്ത്രവൽകൃതമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും എത്ര ശ്രമിച്ചാലും കൃഷി വകുപ്പിനൊന്നും ഇതുപോലെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാത്തിനും ഫെസിലിറ്റിയാണ്, സബ്സിഡി ഉണ്ട് മെഷീൻ വാങ്ങുന്നതിനും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പാടങ്ങളിലും തെങ്ങുംതോപ്പുകളിലും വാഴത്തോട്ടങ്ങളിലും എന്ത് കൃഷിയുണ്ട് അവിടെയെല്ലാം ഒരു 3 മണിക്ക് പമ്പിങ് കൊടുക്കും കേട്ടോ. ഈ ചാലുകൾ വഴി എല്ലാം കൃഷിയിടത്തിൽ എല്ലാ സ്ഥലത്തും എത്തും. തെങ്ങായാലും വാഴയായാലും ചേനയായാലും ചേമ്പായാലും എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ KSEB ഈ കൃഷിക്ക് വേണ്ടിയിട്ട് കറണ്ട് കൊടുത്തത് പൈസ മേടിക്കാതെ ഉണ്ടോ. കറണ്ട് ബില്ലേ ഇല്ല. നമ്മുടെ നാട്ടിലെങ്ങാണ്ട് 2 മണിക്കൂർ നമ്മൾ പമ്പിങ് ആണ് നടത്തി തീർന്ന്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് വിറ്റാൽ പോലും അതിൽ അടച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൃഷിയെ വളരെ പരിപോഷിപ്പിക്കുന്ന സംസ്ഥാനമാണ്. നമ്മുടെ കൃഷി വകുപ്പിലൊക്കെ ഒരു ചെറിയ കറ്റ കൊയ്ത്തൊക്കെ നടത്തിയാൽ തന്നെ അപ്പോഴേ പത്രത്തിൽ വാർത്തയും ചാനൽ വാർത്തയും. പക്ഷേ ഇവിടെ കൃഷി ഇങ്ങനെ നിരന്തരമായി നടന്നു, ഒരു വാർത്തയും വേണ്ട. നമ്മളൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്തു തരുവാണ്. അപ്പൊ ഈ പഞ്ചിങ് മിഷനകത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ടോയിനൊക്കെ ഇട്ടാണ്, ടോയിൻ ഇങ്ങനെ ചുറ്റി നൂല് പോലെ ഇങ്ങനെ മോള് വെച്ചിട്ടുണ്ട് നമ്മുടെ തയ്യൽ മെഷീൻ്റെ അടക്ക്. പക്ഷേ അതൊന്നും വലിയ ബലമൊന്നുമുള്ള സാധനമല്ല, ഒരു ഷോയ്ക്ക് വെച്ചേക്കെന്ന് എനിക്ക് തോന്നുന്നത്. ഇതേപോലെയാണ് തട്ടിയിടുന്നത്. അതേപോലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ വളരെ യന്ത്രവൽകൃത സംസ്ഥാനങ്ങളാണല്ലോ കർണാടകയും ആന്ധ്രയും തമിഴ്നാടും ഒക്കെ ബീഹാറും ഒക്കെ. കൃഷിയിൽ അവർ വളരെ മുന്നോട്ടാണ്. പണ്ട് തമിഴ്നാട്ടിൽ വരുമ്പോൾ കറ്റയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് നടിയിൽ നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കാണും. നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊയ്ത്ത് എല്ലാം കൈവച്ചായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊന്നുമില്ല. എത്രയോ ആൾക്കാരുടെ അധ്വാനങ്ങളാണ് ഇപ്പം പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നും പറഞ്ഞാൽ അവർക്ക് ജോലിയൊന്നും ഇല്ലാതില്ല കേട്ടോ. പല കൃഷികളും എല്ലാം ഉണ്ട്. മെഷീൻ ഉപയോഗിച്ച് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കറ്റ കിടന്ന് ഒരു കുറച്ച് ദിവസം നല്ല ഉണങ്ങി കഴിയുമ്പം പിന്നൊരു മിഷൻ വരും. ആ മിഷനാണ് വന്ന് ഇതിങ്ങനെ തെറുത്ത് നല്ല ഡിസൈൻ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലോട്ട് വരുന്ന തിരികച്ചിയൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടില്ല. അങ്ങനെ തമിഴ്നാടിന്റെ കൃഷിക്കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് വരുന്ന വഴിക്ക് ഒരുപാട് ഈ മെതിയന്ത്രവും കൊയ്ത്തന്ത്രവും ഒക്കെ ഞാൻ എടുത്ത്, അതാണൊക്കെ ഈ കച്ചി കൂട്ടുന്ന യന്ത്രമൊക്കെ. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി വന്ന് കുറേ പേരുണ്ടായിരുന്നു. ഇതിന്റെ ഡ്രൈവർമാർ, ചിലരൊക്കെ ഉടമസ്ഥരുമാണ്. എന്നാ ഇത് എപ്പം കാണിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന്. അപ്പൊ അതിനകത്ത് 1-2 പേര് എൻ്റെ ഫോളോവറാണ്. അപ്പൊ തമിഴ്നാട്ടിൽ എനിക്കൊരു മിനിമം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ചേട്ടാ ബാക്കിയുള്ളവരുടെ സബ്സ്ക്രൈബ്, അങ്ങനെ ഒരു 5-6 പേർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് അതിൽ 3 പേര് ആൾറെഡി സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ അവർ അച്ചൻകോവിലൊക്കെ വരുന്ന അച്ചൻകോവിൽ കാഴ്ചയെല്ലാം കാണാറുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ വരുന്നുണ്ട് ചേട്ടാ, ക്ഷേത്രത്തിൽ വരാറുണ്ട്, ചേട്ടൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണുന്നു വരുന്നതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ നല്ലൊരു ഫോളോവേഴ്സാണ്. ഇത് നമ്മുടെ ഊരാണ്. അന്ത ഊര് വിട്ട് ഇന്ത ഊര് വന്നാലും നമുക്കിവിടെ നിറയെ ആളിருக்கு. ഓക്കെ, അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ യാത്രാ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്ത് പിന്നാലെ വന്നോളൂ. ഇനിയും അടുത്ത നല്ലൊരു കാഴ്ചയുമായി വീണ്ടും എത്താം.